വല്ലാതെ പണിപ്പെട്ട് നടന്നവൻ അഗ്രിമതിക്കുകളിൽ മുഖ്യമായൊരു മക്കയിലെത്തും ദിനം 3 മുല്ലേ മക്കാവിൽ പ്രഭുവായിരുന്ന നിക്കാകെ മഹകീർത്തമാന അബ്ദുൽ മുത്തലിബിൻ മകൾ നബിയുടെ അമ്മ താതികത നല്ല തിരിനി മനവി വന്നതിൽ ചൊല്ലാനുണ്ട് തൂക്കത്തിൽ നട്ടക്കിനാവുന്നെ കണ്ട് ഭയപ്പെട്ട് ഞെട്ടിപ്പുലരയുടെ പിറപ്പ സന്നാരയുടെ വരുത്തി ചൊന്നാരെ അവൾ പേശിന്നനെ നന്നെ ഭയാനകമായി സംവേശം ഒന്നേ കാണുകയായി. അത്തിക ബീവി ഇസ്ലാം മതം സ്വീകരിച്ചില്ല, രണ്ടഭിപ്രായമാണ്. എന്തായാലും വേണ്ടില്ല. അത്തിക സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കാം അബ്ബാസ്. പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിന്റെ അരികിലെ കഥ ജനങ്ങൾ ഓടി ചെന്നപ്പോ അവിടെ നിന്നതാ അദ്ദേഹം ഓടുകയാണ്. എന്നിട്ടോ ഉടനെ ജബൽ ഖുബൈസരി അട്ടാദി തോദിയെ ഉകല ഭിന്നിന്നോരോ ചേരി ഗുരു തീയെ നടന്ന് കാണേ ബൈത്തിൽ പോക്കെ മുൻചന്നി പോലോറ്റാ ആകത്തെ മോദി തന്മറ തീരിയേനും ചാറ്റാ ഉടനെ ജബൽ ഖുബൈസരി അട്ടാദി തോദിയെ ഉകല ഭിന്നിന്നോരോ ചേരി ഗുരു തീയെ അടുത്ത ആത്മലെ പൊട്ടി കീറി ചിന്നം ചെയ്തറിയേ കണ്ടാരെ കണ്ടമീ വീടും കേൾക്കൊക്കെ പറ്റിയേ. എന്നിട്ട് ഈ ഒട്ടകക്കാരൻ എന്ത് ചെയ്തു? അവിടെ അബീ ഖുബൈസ് പർവ്വതം, ജബൽ ഖുബൈസ് പർവ്വതം. ആ പർവ്വതത്തിന്റെ മുകളിൽ ചെന്നുകൊണ്ട് വീണ്ടും ഇതാ ഈ രൂപത്തിൽ അട്ടഹസിച്ചു, ആക്രോശിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ആ ഭിണ്ണിൽ ഒരു ഹജറി കുരുട്ടിയെ ആ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ തിമൂർത്തിയിൽ നിന്ന് വലിയ ഒരു പാറക്കല്ലതാ താഴോട്ട് താങ്ങി പിടിച്ച് ഉരുട്ടുക. നാറാണത്ത് പ്രാന്തന്റെ സ്വഭാവം. വലിയ പാറക്കല്ല് ഉരുട്ടി താഴോട്ടിട്ടോ അത്തിക ബീവി സ്വപ്നത്തിന്റെ കഥ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ല. താഴ്ഭാഗത്തേക്ക് ആ വലിയ പാറക്കല്ല് വന്നപ്പോഴേക്കും മറ്റുള്ള കല്ലുകളിലും ഒക്കെ തട്ടി മുട്ടി ചിന്തിച്ചു തുടങ്ങി. വലിയ കഷ്ണം പാറക്കല്ല് ചെറു കല്ലുകളായി മാറി. എന്നിട്ടോ ഈ മക്കയിലുള്ള ജബൽ ഖുബൈസ് പർവ്വതത്തിന് ചുറ്റുഭാഗത്തുള്ള വീടുകളിൽ ചെറിയ കൊച്ചു പുരകളാണ്. ആ പുരകളിലെ മുകളിൽ എന്താ പറയാ, മുകളിൽ വന്ന് ഈ ചെറുകല്ലുകൾ പതിച്ചപ്പോ എല്ലാ വീടുകൾക്കും അതാ നാശം സംഭവിച്ചു. അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നില്ല. മഹാനായിരിക്കുന്ന അബ്ബാസ് നബി സ്വപ്നത്തിന്റെ കഥ കേട്ടിട്ട് അത്തികയോട് പറഞ്ഞു, അത്തിക നീ കണ്ട സ്വപ്നം ഒരു പേക്കനാവല്ല, നീ കണ്ട സ്വപ്നം യഥാർത്ഥ സ്വപ്നമാണ്. ഈ മക്കയിലുള്ള നേതാക്കന്മാർക്ക് അബൂ ജഹൽ അതുപോലെ വലീദിനെ പോലത്തെ നേതാക്കന്മാർക്ക് എന്തൊക്കെയോ നാശസംഭവമൊക്കെ തന്നെ അതിന്റെ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് ഈ സ്വപ്നത്തിന്റെ കഥ, ഇതിന്റെ സിറ്, ഇതിന്റെ തഴീർ ഇതാണ് ഈ ആരോടും പറഞ്ഞു കൊടുക്കരുത് എന്ന് ആത്തിക്കയോട് ഒരു ഉത്തരം നേട്ടാ ഇക്കഥാസിറാക്കുമ്പോൾ ആരോട് പറയരുത്. അത്തിക്കബി പറഞ്ഞു, ഇല്ല അങ്ങനെ ഞാൻ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത്തിക്കയുടെ അരികിൽ നിന്ന് അബ്ബാസ് എന്നവർ എഴുന്നേറ്റു. അത്തിക്കയോട് പറഞ്ഞു, നീ നോക്കിക്കോ, അത്തിക്ക നീ നോക്കിക്കോ, ഒക്കെ പുലരും ഖലീൽ ദിനം. ശ്രദ്ധിച്ചു, വളരെ അടുത്ത ദിവസങ്ങൾക്കുള്ളിലായിട്ട് നീ കണ്ട സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കും തീർച്ചയായും എന്ന അബ്ബാസ് എന്നവർ പറയുന്നു. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്കതാ പുറപ്പെടുകയാണ്. തന്റെ വീട്ടിലേക്കതാ പോകുകയാണ്. പോകുന്ന പോക്കിലതാ തന്റെ സ്വാഹിയായ വലീദിനെ വഴിയിൽ വെച്ച് കാണുകയാണ്. നിലപുലി അലി വലീദോടൊരപ്പട. ഈ വലീദ് ആരാ? ഉത്തമത്തിന്റെ മകനാണ്. വലീദ് മറുഭാഗത്താണ്. വലീദിനെ കണ്ടു വഴിയിൽ വെച്ചുകൊണ്ട് ഈ സ്വപ്നത്തിന്റെ കഥ കണ്ട് പറയാനിട്ട് അബ്ബാസ് എന്നവർക്ക് ഒരു അസ്വസ്ഥത. അത്തിക്കയോട് പറഞ്ഞാൽ ആരോട് പറയരുത് കേട്ടോ. ആ അബ്ബാസ് തന്നെ സ്വപ്നത്തിന്റെ കഥ വലീദിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വലീദേ, എന്റെ പെങ്ങൾ അത്തിക്ക ഇന്നാലിന്റെ രൂപത്തിൽ ഈ മക്കൾക്കാർക്കൊക്കെ എന്തൊക്കെയോ നാശം സംഭവിക്കാൻ പോകുന്നതിന്റെ സുന്ദരമായിട്ടുള്ള സ്വപ്നം കണ്ടിരിക്കുകയാണ്. ആരോട് പറയരുത് കേട്ടോ. ഇല്ല ബസ് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സത്യം ചെയ്തു. അങ്ങനെ ഇവൻ വലീദ് നേരെ തന്റെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെന്നു തന്റെ പിതാവായ ഉത്തുബത്തിനോട് പറഞ്ഞു രഹസ്യമായ കഥ. ഉത്തുബത്ത് മറ്റൊരാളോട് പറഞ്ഞു,
അങ്ങനെ അവസാനം എവിടെ എത്തി? അബൂജഹലിന്റെ അരികിലെത്തി. സ്വപ്നത്തിന്റെ കഥ, രഹസ്യമായ കഥ. അബൂജഹല് ഇതങ്ങോട്ട് കിട്ടിയപ്പോ പിന്നെ എന്തായി? പെട്ടെന്നൊരു അടിയന്തര മീറ്റിംഗ് വിളിച്ച് ചേർക്കുക. ആ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് മക്ക ഖുറൈശികളോട് സ്വപ്നത്തിന്റെ കഥ പറയുകയും മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നബി കുടുംബത്തെയും അവഹേളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. കഅബാലയത്തിന്റെ അരികിൽ വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന മീറ്റിംഗിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്രതീക്ഷിതമായി അബ്ബാസ് എന്നവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ മഹാനായിരിക്കുന്ന അബ്ബാസിനോട് പറഞ്ഞ, അബ്ബാസേ നീ ഇങ്ങോട്ടൊന്ന് വാ, ഈ സദസ്സിലേക്ക് വാ, ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. മഹാനായിരിക്കുന്ന അബ്ബാസ് എന്നവർ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് മഹാനായിരിക്കുന്ന റസൂലുള്ളാഹിയെയും നബി കുടുംബത്തെയും അബ്ബാസ് എന്നവരെയും ആത്തുകയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അബൂജഹൽ സംസാരിക്കുന്നത്. മഹാനായിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അതിന് ചുട്ട മറുപടി അവിടെ വെച്ച് നൽകുകയും ചെയ്തു. ആ സഭ പിരിഞ്ഞു. പക്ഷേ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹിയെയും കുടുംബത്തെയും റസൂലുള്ളാഹിന്റെ അമ്മായിമാരെയും അബ്ദുൽ മുത്തലിബിന്റെ പെൺമക്കളെയും അടച്ച് ആക്ഷേപിച്ചിട്ടുള്ള അബൂജഹൽ എന്നുള്ള വിവരം പെൺകുട്ടികൾ അറിഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ പെൺമക്കൾ ഇവരൊക്കെ പുലികളാണ്. അബ്ദുൽ മുത്തലിബിന്റെ പെൺമക്കൾ ഈ വിവരം അറിഞ്ഞപ്പോ തന്റെ അങ്ങനെയായ അവരുടെ അരികിലേക്ക് വിളിച്ചു വരുത്തിയിട്ട്, അബ്ബാസേ എന്തോന്നാണ് നിങ്ങൾ ചെയ്തത്? ആദ്യമൊക്കെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് അബ്ദുൽ ഹക്കം കഅബാലയത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദിനെ ആക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ സംസാരിച്ചിട്ടത് ഒരു ചെവിയിൽ കേട്ട് മറു ചെവിയിൽ അതങ്ങോട്ട് ഒഴിവാക്കി വന്നത് ശരിയായില്ല. പകരം ചോദിക്കേണ്ടിയിരുന്നു. എന്തിനാണ് നിങ്ങളെ പോലെ ആണുങ്ങളെ തറവാട്ടിലില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പെണ്ണുകൾ മതി, ഈ പത്തിനികൾ മതി, മേലെ ഞങ്ങൾ സ്ത്രീകൾ ധാരാളമാണ്. അവന്റെ കരണത്തിൽ ഞങ്ങൾ അടിക്കുമായിരുന്നു. അവനോട് ഞങ്ങൾ അപ്പോൾ തന്നെ പ്രതികാരം ചോദിക്കുമായിരുന്നു. പക്ഷേ നിങ്ങൾ ആണുങ്ങൾ ഉണ്ടാകുന്നത് പാടില്ല, അതുകൊണ്ട് മോശമായി പോയി എന്നും മറ്റും പറഞ്ഞ അബ്ബാസ് എന്നവർ പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ അവനോട് പകരം ചോദിക്കും. ഞാൻ അപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ട്, പകരം ചോദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവനോട് ഞാൻ കാര്യം സംസാരിച്ചു. അടിയിലാണെന്നിട്ടില്ലായിരുന്നു, അടിച്ചിട്ടില്ലാന്നുള്ളൂ, ബാക്കിയൊക്കെ നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടി നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും, നാളെ ഞാൻ ചോദിക്കും. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിറ്റേ ദിവസം എന്താണ് അബൂജഹൽ പറഞ്ഞത്? നിന്റെ പെങ്ങള് അബ്ബാസെ, നിന്റെ പെങ്ങള് 3 ദിവസത്തിന്റെ ഉള്ളിൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറഞ്ഞതാണ്. 3 ദിവസത്തിന്റെ ഉള്ളിൽ ഇവിടെ സംഭവിച്ചില്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ കള്ളന്മാരാണെന്ന് ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നതൊക്കെയാണ് അബൂജഹൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ദിവസം കഅബാലയത്തിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് സ്ഥിതി? മഹാനായിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടപ്പോ അബൂജഹൽ പറയുകയാണ്, അബ്ബാസേ ഇത് 3ാമത്തെ ദിവസമാണ്, ഇവിടൊന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ കള്ളന്മാരാണ്, യാതൊരു സംശയവുമില്ല. ആ പരസ്യത്തിലാണ് ഇതും കൂടെ അങ്ങനെ കേട്ടോ. അബ്ബാസ് എന്ന് പറയുന്നത് രോഷാകുലനായി ഇവന്റെ അരികിലേക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ബാസ് എന്ന് പറയുന്നത് അബൂജഹലിന്റെ അരികിലേക്ക് ചെന്നപ്പോ അബൂജഹലിന്റെ ഹറം ഷരീഫിന്റെ വാതിലൂടെ അങ്ങ് പുറത്തേക്ക് ചാടി. അബ്ബാസിന്റെ വരവ് കണ്ടപ്പോ വലിയ വായാടി ആവശ്യമായിരം തീരണ്ടോട് അബ്ബാസിന്റെ വില വരവാ എന്തുണ്ടാത്? അവൻ പുറമിറക്കമായി അബൂജഹൽ ഹറമായി, ഇവൻ പുറത്തേക്ക് ചാടി. അബൂജഹൽ ഹറം ഷരീഫിന്റെ വാതിലൂടെ ഹറമിലേക്ക് ചെന്ന എത്ര വാതില ബാബുസലാം, അങ്ങനെ പല വാതിലും. അത് നോക്കി കേട്ടെ, ഞാനൊക്കെ അവിടെ നിന്ന് പോണെന്ന് ഒന്നുകൂടെ പോണെന്ന് കേൾക്കുന്നുണ്ട്. കടന്നില്ല ഒരു കഥാപ്രസംഗമുണ്ട്, മുസ്തഫയുടെ പെണ്ണിനെ പത്തിന്റെ ബുക്ക് ചെയ്തൊക്കെ ജിദ്ദയിൽ മലപ്പുറം കിസ്സ 2 അള്ള തോഫീ അല്ലേ? അപ്പോ എന്താ പറയുന്നത്, ഈ വാതിലിലൂടെ പുറത്തേക്ക് ചാടി അബ്ബാസ് ചിന്ന പേടിച്ചിട്ടാണ് ആളുകളോട്. പിന്നെ അയാൾ പിന്തുടർന്ന് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ സാവകാശം ആ ഹറമിന്റെ വാതിലൂടെ ഇറങ്ങി. സുബ്ഹാന ജല്ല ജലാലുഹു ഹർബായി. ഞാനും പേടിച്ചു, അബൂജഹലും പേടിച്ചു. ഞാൻ അബൂജഹലിനെ പിന്തുടർന്നിട്ടില്ലാന്നുള്ള കാര്യം ഞാൻ മറന്നു. എന്നെ പേടിച്ചാണ് അബൂജഹൽ പോകുന്നതെന്നുള്ള കാര്യം അബൂജഹലും മറന്നു. അതിനേറെ വലിയ സംഭവം അവിടെ നടക്കുന്നത് എന്താ കാരണം? പർവ്വത പകുട്ടിന്ന് ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു ആക്രോശം, ഒരു അട്ടഹാസം. എന്തായിരുന്നു അട്ടഹാസം? മഹാകവി മോഹിക്കുവതിന് രേഖപ്പെടുത്തുന്നത് മക്കമിൽ മിക്കവരെ
പട്ടും പാറിത്തിടുവാൻ പട്ടും പാറിത്തിടുവാൻ മുന്തി മുഹമ്മദും തന്തുണയാളും വന്നിരിക്കുന്ന അറിവേ വന്നിരിക്കുന്ന അറിവേ ഒട്ടും മതിരങ്ങൾ കിട്ടിയ അനുഭവ കിട്ടിടാനിത്തിയമാ കിട്ടിയാനിത്തിയമാ ഓ മഹലകളെ തമഹലകുമെ കാമിന്റെ മോശിസിയ മോഹി സതിയയാ സത്യമുമ്പിൽ എത്തിടുമുണ്ട് ദിനത്തോടും കാത്തരമേ സത്യമുമ്പിൽ എത്തിടുമുണ്ട് ദിനത്തോടും കാത്തരമേ സുയഹത്ത് വല്ലാഹി മുൽകേട്ട് ജാഹിലോ ഖൈറത്ത് ബുക്കുളമേ ഖൈറത്ത് ബുക്കുളമേ പെട്ടി കുബൈസ് പകുട്ടിനോരണ്ടാതി ഇട്ടത് നമ്മമുണ്ടാ വിത്തം പാതൈ തീരു സംസിരസേ വെത്ത് വീളിത്തുരത്താ വെത്ത് വീളിത്തുരത്താ ആ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആക്രോശം ആരാണ് ആക്രോശിച്ചത്? നംലബുൽ ഫാരി. പ്രിയപ്പെട്ടവരെ, നംലബുൽ ഫാരി മക്കയിലെത്തിയിരിക്കുകയില്ല. നേരത്തെ ഞാൻ പറഞ്ഞ നംലബുൽ ഫാരി ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ വന്നിട്ട് അതാ വിളിച്ചു പറയുകയാണ്, ഇദാ ബിസൗതി നംലബുൽ ഫാരി ബിഖുദ്റത്തില്ലാഹിൽ അലീമിൽ ബാരി യാ ബശറ ജിജാരി ഫീ ഉമ്മിൽ ഖുറാ أن الهلاك نازل بلا مراء يا معشر الرجال في أم القرى مكة الله